പിരിച്ചുവിട്ട കെഎസ്ആർടിസി എം പാനൽ കണ്ടക്ടർമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അല്പസമയത്തിനകം ആരംഭിക്കും. ആദ്യ ദിവസം ശയനപ്രദക്ഷിണ സമരം നടത്താനാണ് തീരുമാനം. നിയമസഭ തുടങ്ങുന്നതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരും. വി അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, സമരം ശക്തമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക, പക്ഷേ അത് ഹൈക്കോടതിയിൽ മാനേജ്മെന്റ് ശരിയായ സത്യവാങ്മൂലം നൽകാത്തതുകൊണ്ടാണ് ജോലി നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് മാനേജ്മെന്റിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് സമരം. പക്ഷേ കോടതി വിധിയിൽ ഏത് രീതിയിലുള്ള മാറ്റം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കാനാണ് നീക്കവും സമരം കൊണ്ട്? അപർണ, സമരം ശക്തമാക്കാൻ തന്നെയാണ് എംപാനൽ ജീവനക്കാരുടെ തീരുമാനം. പിരിച്ചുവിടപ്പെട്ട എംപാനൽ ജീവനക്കാരുടെ തീരുമാനം. കോടതി ഉത്തരവിലൂടെ 3800 പേരെ പിരിച്ചുവിട്ടിട്ട് ഇപ്പോൾ ഒരു മാസമാകും. ഇതിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് എവിടെയെങ്കിലും ജോലി ലഭിച്ചു. ബാക്കി ഭൂരിപക്ഷവും വലിയ ജീവിത പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാൻ തീരുമാനം. ഇന്ന് അവരുടെ സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി ഇന്നിവിടെ സെക്രട്ടറി മുന്നിൽ ശയന പ്രദർശനം നടത്തും. തുടർ നിയമസഭ സമ്മേളിക്കും വരെ തുടർന്ന ദിവസങ്ങളിലും ശക്തമായ സമരത്തിൽ തന്നെയാണ് തീരുമാനം. ഏത് തരത്തിലുള്ള സമരമാണ് നിങ്ങൾ ലക്ഷ്യം? ഞങ്ങളിപ്പോൾ ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെക്രട്ടേറിയറ്റ് വളയത്, അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ ശയന പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. മറ്റു പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്ക് ആർക്കും മാർഗ്ഗതടസ്സമില്ലാത്ത രീതിയിൽ വളരെ ഒരു കണ്ണീരിൽ മുങ്ങിയ ഒരു സമരമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. കോടതിയാണ്, കോടതിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഉത്തരവ് അതേപോലെ നിലനിൽക്കുന്നു. പകരം ആൾക്കാരെ നിയമിച്ചു തുടങ്ങി കുറച്ച് 1500 പേർ ഇതിനകം ജോലി പ്രവേശിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ആൾക്കാർ വരുന്നത് പ്രതീക്ഷിക്കുന്നു. എന്ത് നേടാനാണ് സമരം? ഇപ്പം നിങ്ങൾ ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്? കോടതി ഉത്തരവല്ലേ പ്രധാനം? ഞങ്ങളിപ്പോൾ തീർച്ചയായിട്ടും കോടതി ഉത്തരവിനെതിരെ അല്ല, മറിച്ച് ഈ കോടതി ഉത്തരവ് വരുന്നതിന് മുന്നേ തന്നെ, കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരുടെ ഒരു അഫിഡവിറ്റ് കോടതിയിൽ കൊടുക്കുവാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റ് തയ്യാറായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും വരുന്നത്. 3861 പേര് പുറത്ത് നിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ ആ മാനേജ്മെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെയും അതേപോലെ തന്നെ അതിനെ ചുക്കാൻ പിടിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കണ്ണുതുറപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. കാരണം ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങൾ ഈ 3861 പേരും ഇപ്പം ഒരു മാസം കഴിഞ്ഞിട്ടേക്ക് ഞങ്ങൾക്ക് ആർക്കും ഒരു പണിയും ഇതേവരെയും ആയിട്ടില്ല. കാര്യം ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് പ്രായമായവരും മറ്റ് PSC ടെസ്റ്റ് ഒന്നും എഴുതാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. ഈ PSC ടെസ്റ്റ് ഒന്നും എഴുതാൻ പോലും പറ്റാത്ത സാഹചര്യമുള്ള ആൾക്കാരാണ്. അന്നേരം തീർച്ചയായിട്ടും ഞങ്ങൾക്കിനി വേറെ വഴിയില്ല. ഞങ്ങൾക്ക് ഈ ഒരു കോർപ്പറേഷന് ഞങ്ങൾക്ക് തിരിച്ചെടുത്താൽ മാത്രമേ ഞങ്ങൾക്കൊരു ജീവിതമാർഗ്ഗമുള്ളൂ. ഈ 1500 ഇപ്പോഴും വേക്കൻസിൽ ഇപ്പോഴും ഉണ്ട്. അതിൽ നിയമിക്കാനാവുന്ന പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത്? അതിൽ നിയമനം കിട്ടുന്ന പ്രതീക്ഷയാണോ ഉള്ളത്? ബാക്കി KSRTCയിൽ അത്ര ഒഴിവൊന്നുമല്ല. KSRTCയിൽ ഞങ്ങൾ ഈ 3861 പേരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒഴിവ് KSRTCയിൽ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഈ 1500 ഇതിനു മുമ്പേ 9000-ഓളം ആൾക്കാർ ഈ PSC വഴി KSRTCയിൽ വന്നിട്ടും ഇവിടുത്തെ എംപാനലുകാരന് പുറത്ത് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTCയിൽ അതിനുള്ള ഒഴിവുണ്ട്. കാര്യം ഞങ്ങൾ ദിവസവേതന കരാർ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ചെയ്യുന്ന ഡ്യൂട്ടിക്കാണ് പൈസ തരുന്നത്. അതിനും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും തരുന്നില്ല. അതിനും ഒരു പെർമനൻറ്റുകാരൻ അതേപോലെ തന്നെ ഒരു PSC-കാരൻ ലീവ് എടുക്കുമ്പോഴാണ് ഞങ്ങൾ ആ ലീവ് വേക്കൻസിയിലാണ് ഞങ്ങൾ പോകുന്നത്. അതിനും തീർച്ചയായിട്ടും ഞങ്ങളെ എടുത്തുകൊണ്ട് കോർപ്പറേഷന് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. വിധി വരുമ്പോഴും മാനേജ്മെന്റ് സർക്കാർ നിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ല. അവർ കോടതി വിധി വന്നുകൊണ്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴും നിങ്ങൾ മാനേജ്മെന്റിനെതിരാണ് ഇപ്പോഴും സമരം ചെയ്യുന്നത്. അതല്ല, അതിനു മുന്നേ കോടതി KSRTC എടുത്ത് പലവട്ടം ചോദിച്ചായിരുന്നു അവിടുത്തെ സ്ഥിതി പറയാൻ. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി KSRTC ഒരൊറ്റ അക്ഷരം പോലും കോടതിയിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഒറ്റയടിക്ക് എല്ലാവരെയും പിരിച്ചുവിടുക. കാരണം വെച്ചാൽ ഞങ്ങൾ പിൻവാതിൽ നിയമനക്കാരാണെന്നുള്ള തെറ്റിദ്ധാരണ കോടതിയിൽ ഉണ്ടാക്കിയെടുത്തു. ഞങ്ങളൊരിക്കലും പിൻവാതിൽ നിയമനക്കാരല്ല. കാര്യം വെച്ചാൽ KSRTCയിൽ ഈ പണിയെടുക്കുന്ന 3861 എംപാനൽ ജീവനക്കാർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി, കാര്യം എന്ന് പറഞ്ഞാൽ PSC കഴിഞ്ഞാൽ കേരള സർക്കാരിൻ്റെ രണ്ടാമത്തെ തൊഴിൽ റിക്രൂട്ടിംഗ് ഏജൻസിയായ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി എല്ലാ സംവരണ തത്വങ്ങളും നിയമങ്ങളും പാലിച്ച് കയറിയവരാണ് ഞങ്ങൾ ഇത്രയും പേരും. മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതേപോലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർ 1-2 വർഷം കഴിയുമ്പോൾ അവരവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ 10-12 വർഷമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വെറും അടിമകളായിട്ട് പണി ചെയ്യിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഇത്രയും നാളും കോർപ്പറേഷൻ സ്വീകരിച്ചു വന്നിരിക്കുന്നത്. അപർണ, ഇത് തന്നെയാണ് അവരുടെ പ്രധാന പ്രശ്നവും ആവശ്യവും. കോർപ്പറേഷൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട്. അത് കോടതി വിധിക്ക് ശേഷമല്ല, അതിനു മുമ്പ് കോടതിയിൽ ഇവരുടെ ഭാഗം പറയാനുള്ള അവസരം നൽകിയില്ല. കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സത്യവാങ്മൂലം, എംപാനൽ ജീവനക്കാർക്ക് വേണ്ടിയുള്ള സത്യവാങ്മൂലം നൽകാൻ മാനേജ്മെന്റ് തയ്യാറല്ല. അതാണ് ഇത്തരത്തിലൊരു കോടതി വിധിയിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഒരു വീഴ്ചയായി തന്നെയാണ് എംപാനൽ ജീവനക്കാർ ഇത് കാണുന്നത്. അവർക്ക് ഇനിയും അവസരം മാനേജ്മെന്റിലുണ്ട്. കാരണം ഈ ഒരുപാട് ഒഴിവുകൾ ഇനിയും
KSRTC ബാക്കിയുണ്ട്. ആ ഒഴിവുകളിലേക്ക് ഈ പിരിച്ചുവിടപ്പെട്ട ഇനിയും ജോലി ലഭിക്കാത്ത എംപാനൽ ജീവനക്കാരെ നിയമിക്കണം തന്നെയാണ് അവരുടെ ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചാണ് അവർ ഇപ്പോൾ സമരരംഗത്തേക്ക് വീണ്ടും ഈ വിധി വന്ന് ഒരു മാസത്തിന് ശേഷം സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. നിയമസഭാ സമ്മേളനം 25-ന് ആരംഭിക്കും. അതുവരെയും സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. സമരത്തിന്റെ ആദ്യപടിയായാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ ശയനപ്രദർശനം നടത്താൻ എംപാനൽ ജീവനക്കാരുടെ പിരിച്ചുവിടപ്പെട്ട എംപാനൽ ജീവനക്കാരുടെ തിരികെ വരാം. അരുൺ ദയവായി തുടരുക. തിരികെ വരാം. KSRTC എംപാനൽ ജീവനക്കാരുടെ അസോസിയേഷൻ ഭാരവാഹി സാജൻ വർഗീസ് നമുക്കൊപ്പം ചേരുന്നു. സാജൻ വർഗീസ്, ഈ വിഷയത്തിനകത്ത് സർക്കാരിനെതിരെയാണ് സമരം നടത്തുന്നത്. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക എന്നത് തന്നെയാണ് സമരത്തിന്റെ ഉദ്ദേശവും. പക്ഷേ KSRTC മാനേജ്മെന്റ് പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എംപാനൽ ജീവനക്കാർക്കൊപ്പം തന്നെയാണ്. ഇത് കോടതി വിധിയുടെ ഭാഗത്തിലാണല്ലോ. സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്തും നിങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളൊരു ഉറപ്പല്ലേ ടോമിൻ തച്ചങ്കരി അടക്കമുള്ളവർ നൽകിയത്? KSRTC മാനേജ്മെന്റ് നിലവില് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിധി വന്നത് തന്നെ അതിനുള്ള കാരണം ഹൈക്കോടതി 12 പ്രാവശ്യം ഈ കേസ് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ മാനേജ്മെന്റ് തയ്യാറായിരുന്നുവെങ്കിൽ ഞങ്ങളെ ഇന്ന് ഈ വിധികേടിലേക്ക് എത്തിപ്പെടുത്തല്ലായിരുന്നു. പക്ഷെ അതിന് സാധിച്ചു. അതിന്റെ ഫലമായിട്ടല്ലേ ഞങ്ങൾ 4000-ഓളം ഈ 3860-ഓളം പേര് പുറത്തു പോകേണ്ടി വന്നത്. അപ്പോൾ ഇനി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പില്ല. അതായത് സാജൻ വർഗീസ്, നിയമന ഉത്തരവ് KSRTC മാനേജ്മെന്റ് വൈകിച്ചത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എംപാനൽ ജീവനക്കാർ പോകേണ്ടി വന്നത്. അതുകൊണ്ട് മാനേജ്മെന്റ് അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ല, അങ്ങനെയാണോ പറയുന്നത്? അതെ, അത് മാത്രമല്ല, ഇപ്പം കഴിഞ്ഞ ഹൈക്കോടതിയിലെ മാനേജ്മെന്റ് കൊടുത്ത അഫിഡവിറ്റ് എന്താണ്, ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാ ഒഴിവുകളും കഴിഞ്ഞു എന്നാണ് കൊടുത്തത്. 3860-ഓളം പേര് പിരിച്ചുവിട്ടിട്ട് ആകെപ്പാട് ഏകദേശം 1500-ഓളം പേര് നിലവിൽ വരാൻ സാധ്യതയുള്ളതെന്ന് അറിഞ്ഞാലും അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ഇനി നിലവിൽ ഒരു ഒഴിവില്ലെന്നാണ് മാനേജ്മെന്റ് റിപ്പോർട്ട് കൊടുത്തത്. ആ മാനേജ്മെന്റിനെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പുറത്ത് മാനേജ്മെന്റ് ജീവനക്കാർക്കൊപ്പമാണ് എന്നുള്ള അവകാശവാദം തന്നെയാണല്ലോ പറയുന്നതും, കണക്കുകൾ നിരത്തുന്നത് അങ്ങനെ തന്നെയാണല്ലോ. അതെ, അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് തൊഴിലാളി സർക്കാരാണ്. തൊഴിലാളി സർക്കാർ ഭരിക്കുന്ന ഈ ഒരു സമയത്ത് ഞങ്ങളെ അനാഥമാക്കില്ല എന്ന് 100% വിശ്വാസമുണ്ട്. ആ സർക്കാരിൽ മാത്രം പ്രതീക്ഷിച്ച് ആണ് ഞങ്ങളുടെ ഓരോ ജീവിതവും കഴിയുന്നത്. മാനേജ്മെന്റിനോട് ഞങ്ങൾക്ക് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ. ഇനി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ, ഇനിയെങ്കിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ചെയ്യണം. ഞങ്ങളെ ഇനിയപ്പോൾ അസോസിയേഷന് മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ള വഴി സുപ്രീം കോടതിയിലേക്ക് പോകുക എന്നുള്ളതല്ലേ? സുപ്രീം കോടതിയിലേക്ക് പോകുക ഞങ്ങൾ ശരിക്കും പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയി. ശരിക്കും പറഞ്ഞ ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിലെ വിധി പ്രകാരമാണല്ലോ ഞങ്ങളെ പിരിച്ചുവിട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് സ്വമേധയാ ആ കോടതിയുടെ ഓർഡർ സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോകാൻ പറ്റിയില്ല. കാരണം അന്ന് ഞങ്ങൾ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചപ്പോൾ ഞങ്ങൾ കക്ഷിയല്ലായിരുന്നു. അപ്പോൾ ആ സാഹചര്യം നിലനിൽക്കെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഈ ആവശ്യമായിട്ട് ഉന്നയിച്ച് പോയി. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ സ്റ്റേ ആവശ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല, കാരണം ഞങ്ങൾ കക്ഷിയല്ലാതിരുന്നു എന്ന് സുപ്രീം കോടതിയെ ബോധിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു വിധി ഞങ്ങൾ മെനഞ്ഞാന്നാണ് തന്നത്. ഹൈക്കോടതിയിൽ പോയി കക്ഷി ചേരാനും സ്റ്റേക്കുള്ള അനുവാദവും സുപ്രീം കോടതി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് മാനേജ്മെന്റിന്റെ സത്യവാങ്മൂലം വീണ്ടും നൽകേണ്ട ഒരു സ്ഥിതിയിലേക്ക് നിയമ നടപടികൾ പോകുമോ? അതിന് നിലവിൽ സുപ്രീം കോടതി ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം അത്ര തന്നെയാണ്. നിലവിലിപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ എംപാനൽ കൂട്ടായ്മ ഒന്നും കൂടി ഈ കോടതി വിധിക്കെതിരെ സ്റ്റേക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് സുപ്രീം കോടതി അനുവാദം തന്നു. അത് ഹൈക്കോടതിയിലാണോ സുപ്രീം കോടതിയിലാണോ സ്റ്റേ നൽകുന്നത്? അല്ലല്ല, ഹൈക്കോടതി തന്നെ. കാരണം ഞങ്ങൾക്ക് നിലവിൽ ഹൈക്കോടതി വിധി പ്രകാരമാണല്ലോ ഞങ്ങൾ പുറത്തായത്. അപ്പോൾ നിലവിൽ കക്ഷികൾ മാനേജ്മെന്റ് ആയിരുന്നു. അന്ന് ഞങ്ങൾ എംപാനൽ കൂട്ടായ്മ കക്ഷി ചേർന്നില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എംപാനൽ കൂട്ടായ്മ കക്ഷി ചേർന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് അതുകൊണ്ട് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യണം, ആ സ്റ്റേ ആക്കണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ കക്ഷികളല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ ഉന്നയിച്ച വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു പുതിയൊരു അഫിഡവിറ്റ് നൽകുന്ന രീതിയിലേക്ക് മാനേജ്മെന്റിനെ സമ്മർദ്ദത്തിലാക്കാൻ അതിനുള്ളൊരു സാധ്യതയുണ്ടോ? മാനേജ്മെന്റിനെ സമ്മർദ്ദത്തിലാക്കാൻ ഞങ്ങളുടെ കാര്യങ്ങൾ ഒരു പരിധിവരെ മാനേജ്മെന്റിന് അറിയാം. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, ഇതിനകത്ത് സ്വീകരണ റിപ്പോർട്ടിന്റെ ബേസിസിലാണ് നിലവിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉയർത്തിരിഞ്ഞു വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തു തന്നെയായാലും സർക്കാർ അംഗീകൃത ഏജൻസിയായ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി റിക്രൂട്ട്മെന്റ് ചെയ്തു വന്നവരാ. ഞങ്ങൾ എങ്ങനെ പിൻവാതിൽ നിയമനക്കാരായി എന്നുള്ളത്
പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ സാഹചര്യം. ഞങ്ങള് സർക്കാർ പ്രഖ്യാപിച്ച അംഗീകൃത എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിതനായ വ്യക്തികളാണ് ഞങ്ങൾ എങ്ങനെ പിൻവാതിൽ നിയമനമാകുന്നത്? തീർച്ചയായും സാജൻ വർഗീസ്. ഇപ്പോൾ CITU നേതാവ് ശ്രീ ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേർന്നു. ശ്രീ ഹരികൃഷ്ണൻ, എംപാനൽ ജീവനക്കാർ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നു. ഹൈക്കോടതിയിൽ അവർ സ്റ്റേ ആവശ്യപ്പെടുന്നു. ഇതിനകത്ത് ഇനി വീണ്ടും ഒരു തീരുമാനം എടുക്കേണ്ടത് KSRTC മാനേജ്മെന്റ് ആണോ? മാനേജ്മെന്റ് വിഷയത്തിനകത്ത് പ്രഖ്യാപനങ്ങൾ മാത്രമാണ്, പക്ഷേ യഥാർത്ഥത്തിൽ ജീവനക്കാർക്കൊപ്പമല്ല നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിയമന ഉത്തരവ് വൈകുകയും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുമെന്ന് അവർ ആരോപിക്കുന്നു. ഏത് രീതിയിലുള്ള സമ്മർദ്ദം KSRTC മാനേജ്മെന്റിനെ സർക്കാരിനെ ചെലുത്താൻ കഴിയുമെന്നാണ് CITU പ്രതീക്ഷിക്കുന്നത്? ഇതിനകത്ത് ഇപ്പൊ നിലവിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ ഇതിനകത്ത് പ്രവേശിപ്പിക്കാവുന്നതാണല്ലോ. PSC നിയമനം ലഭിച്ചവർ ജോയിൻ ചെയ്തതിൽ അവശേഷിക്കുന്ന പോസ്റ്റുകളിൽ എംപ്ലോയ്മെന്റിൽ നിന്നുള്ളവരെയോ അല്ലെങ്കിൽ നിലവിൽ എംപാനൽ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവരെയോ നിയമപ്രകാരം ഇതിനകത്ത് നിയോഗിക്കാമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ട്. ആ ഉത്തരവ് KSRTCയുടെ മാനേജ്മെന്റ് നടപ്പിലാക്കിയാൽ മതി. അതിനകത്ത് വേറെ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ സെക്രട്ടേറിയറ്റ് നടയിൽ സമരകേന്ദ്രത്തിൽ നിന്നാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ സമീപനം KSRTC മാനേജ്മെന്റ് അടിയന്തരമായിട്ട് സ്വീകരിക്കണം. ഇവരെ വഴിയാധാരമാക്കിയേണ്ടവരാ തൊഴിലാളികളല്ലവര്. 10-15 വർഷക്കാലം ഈ സ്ഥാപനത്തെ സേവിക്കുകയും കോർപ്പറേഷന് ഒരു പരിധി വരെ പ്രതിസന്ധി ഘട്ടത്തിൽ സംരക്ഷിക്കുകയും ചെയ്തവരാണ് അവര്. നിലവിൽ കോടതി തന്നെ ഇടക്കാല ഉത്തരവിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ജാഗ്രത മാനേജ്മെന്റ് എന്താ കാണിക്കാത്തത്? അവിടെയാ തർക്കം. അവരെ സംരക്ഷിക്കണം. KSRTCയുടെ CMD തന്നെ പറയാണ് 1200 ബസ് ഓടാതെ കിടക്കാണ്. പ്രശ്നം തീരുമല്ലോ. ആരാ തടസ്സം? ശ്രീ ഹരികൃഷ്ണൻ, 3800ഓളം പേരെയാണ് പിരിച്ചുവിട്ടത്. എത്ര പേർക്കാണ് ഇനി PSC നിയമനവും കഴിഞ്ഞ ശേഷം പിന്നീട് എത്ര പേർക്കാണ് അവസരം ലഭിക്കുക? അങ്ങനെയാണ് നടപടിയിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും ഒരു കാര്യം ഞാൻ പറയാം. താൽക്കാലിക ജീവനക്കാർ ഈ സ്ഥാപനത്തിന്റെ ബാധ്യതയല്ല. സ്ഥിര ജീവനക്കാർ ലീവ് എടുക്കുന്ന ദിവസങ്ങളിൽ ആ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ആ ഡ്യൂട്ടിയുടെ ശമ്പളം അത് സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം പോലും ഇപ്പൊ കൊടുക്കുന്നില്ല. ആ ദിവസ വേതനം മാത്രമാണ് അവർക്കുള്ളത്. അതെങ്ങനെയാ കോർപ്പറേഷന് ബാധ്യതയല്ലെന്ന് മാത്രമല്ല, അങ്ങനെ ലീവ് എടുത്ത് വാണ്ട് ഓഫ് കണ്ടക്ടർ വെച്ച് അല്ലെങ്കിൽ വാണ്ട് ഓഫ് ഡ്രൈവർ വെച്ച് ഒരു ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്യാതിരിക്കുന്ന സേവനം കൂടിയാണ് ഇവർ നടത്തുന്നത്. അവർ ജോലി ചെയ്യുന്ന ദിവസം മാത്രമല്ലേ ശമ്പളം കൊടുക്കുന്നുള്ളൂ. അതിനകത്ത് ഒരു എമർജൻസി പാനൽ എന്നുള്ള നിലയിൽ 10,000-5,000 ജീവനക്കാരുണ്ടെങ്കിൽ അവരെ നിലനിർത്തി എന്നുള്ളത് കൊണ്ട് കോർപ്പറേഷൻ ആ ലിസ്റ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്താ ബാധ്യത? അങ്ങനെ ഒരു ബാധ്യതയാണെന്ന് പറഞ്ഞു വെക്കുന്നത് മഹാ തട്ടിപ്പാണത്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വെച്ചുകൊണ്ട് ജീവനക്കാർ ഇത് താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം എല്ലാം കൂടി പെരുപ്പിച്ച് കാണിച്ചിട്ട് തൊഴിലാളി സമൂഹമാണ് ഇതിനാകെ കുഴപ്പമെന്ന് പറഞ്ഞ ശുദ്ധ നുണയാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. റൈറ്റ്. വളരെ നന്ദി ശ്രീ ഹരികൃഷ്ണൻ പ്രതികരിച്ചത്. ഒരിക്കൽ കൂടി VV അരുണിലേക്ക്. അരുൺ, ഇതിനകത്ത് CITU അടക്കമുള്ള നേതാക്കളുടെ ആവശ്യം തന്നെ എമർജൻസി പാനൽ രൂപീകരിക്കുക, പിരിച്ചുവിട്ടവരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട്, എന്നിട്ട് ഒഴിവ് വരുമ്പോൾ അതിലേക്ക് പരിഗണിക്കുക എന്നുള്ള നിർദ്ദേശമൊക്കെയാണ് CITU അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. എത്രത്തോളം നിയമപരമായി ഇത് നടപ്പിലാകുമെന്ന ചോദ്യമായിരിക്കും സാധാരണ രീതിയിൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉയരാൻ സാധ്യത. എന്ത് നിലപാടിലേക്ക് മാനേജ്മെന്റ് പോകും? ഹൈക്കോടതി സ്റ്റേ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എംപാനൽ ജീവനക്കാർ പോവുകയാണെങ്കിൽ എന്നാണ് സൂചന? അപർണ, KSRTCക്ക് മുന്നിൽ സർക്കാരിന് മുന്നിൽ ചില പരിമിതികളുണ്ടെന്ന വസ്തുതയാണ്. പ്രത്യേകിച്ചും കോടതിയുടെ ഒരു ഉത്തരവാണ്, കോടതി വിധിയാണ്. അത് മറികടക്കണമെങ്കിൽ കോടതിയുടെ മാത്രമേ കഴിയൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ സംഘടനകൾ കോടതിയെ സമീപിച്ചാൽ അത്തരം കാര്യങ്ങളിലേക്ക് തന്നെയാകും അവിടെ തന്നെയായിരിക്കും ഒരു പ്രതീക്ഷ വയ്ക്കാവുന്ന ഇടം. ഏതായാലും സർക്കാരിന് മാനേജ്മെന്റൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കോടതിയിൽ തീരുമാനം എടുക്കേണ്ടത്. അത് പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റും KSRTC മാനേജ്മെന്റും കളവായ കാര്യമാണ്. നേരത്തെയുള്ള സാഹചര്യമാണ്. ഇനി എന്താണ് സർക്കാർ ചെയ്യാൻ പറ്റുന്നത്, മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്? ഏത് കോടതി വിധിയെയും അവഗണിക്കുവാനും അത് പിന്നെ തിരുത്താനും ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കാനുള്ള അധികാരമുണ്ട്. അത് ഈ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്. ഞങ്ങൾ വന്നത് എംപ്ലോയ്മെന്റ് വഴിയാണ്. അല്ല, എംപാനൽ വ്യവസ്ഥയിൽ വന്നവരാണെങ്കിൽ തന്നെയും കേരളത്തിലെ രണ്ടാമത്തെ റിക്രൂട്ടിംഗ് ഏജന്റാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. ആ എക്സ്ചേഞ്ച് വഴി വന്ന് ഇന്റർവ്യൂ നടത്തി സംവരണ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം നിയമനിർമ്മാണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. നിയമനിർമ്മാണം നടത്തി ഗവൺമെന്റ് അനുഭാവപൂർവമായ നടപടി സ്വീകരിച്ചാലേ ഈ ജീവനക്കാരെ, ഈ പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികൾക്ക് ഒരു പരിഹാരം കാണുകയുള്ളൂ, അവരുടെ ജീവിത പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ.
അപർണ, ഇതാണ് നിയമനിർമ്മാണത്തിലൂടെയെങ്കിൽ അങ്ങനെ കോടതി വിധി മറികടക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഒന്ന്, കാരണം കോടതി വിധി മറികടക്കണമെങ്കിൽ അല്ലാതെ സർക്കാർ കഴിയില്ല. അതുകൊണ്ട് നിയമനിർമ്മാണത്തിലൂടെ ഇവരുടെ പ്രശ്നം പരിഹരിക്കണം. ഏതായാലും പിരിച്ചുവിടപ്പെട്ട മുഴുവൻ പേർക്കും KSRTC തന്നെ സ്ഥിര നിയമം നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. പിരിച്ചുവിടപ്പെട്ട എംപാനൽ കണ്ടക്ടർമാരുടെ സമരമാണ് നടക്കുന്നത്. നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാകണമെന്ന് സമരക്കാർ ആവശ്യപ്പെടുമ്പോൾ പിരിച്ചുവിടപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എമർജൻസി പാനൽ രൂപീകരിക്കണമെന്നും ഒഴിവുകൾ അതിൽ പരിഗണിക്കണമെന്നുമാണ് CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളും ആവശ്യപ്പെടുന്നത്.